മീശപ്പുലിമലയിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹം. മഞ്ഞുവീഴ്ചയും ഐസ് കണങ്ങൾ മൂടിയ പുൽമേടുകളുമാണ് മീശപ്പുലിമലയെ സഞ്ചാരികളിലേക്ക് ആകർഷിക്കുന്നത്. മീശപ്പുലിമലയിൽ ഞങ്ങളുടെ പ്രതിനിധി പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. മൂന്നാറിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്ററോളം അകലെയുള്ള മീശപ്പുലിമലയിൽ -3 ഡിഗ്രിയിലാണ് ഊഷ്മാവ്. മഞ്ഞുവീഴ്ചയും ഐസ് കണങ്ങൾ മൂടിയ പുൽമേടുകളുമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. മൂന്നാറിലധികം ദൂരത്തിലല്ലാത്ത മീശപ്പുലിമലയിൽ ഇപ്പോൾ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ്. ജൈവവൈവിധ്യങ്ങളുടെ കലവറ കൂടിയായ ഇവിടെ ഏഷ്യയിലെ ഉയർന്ന മലനിരകളിലും വടക്കേ അമേരിക്കയിലെ അപ്പലേച്ചിയൻ മലനിരകളിലും മാത്രം വളരുന്ന റോഡോഡെൻഡ്രോൺ മരങ്ങൾ ധാരാളമായി തലപൊക്കി നിൽക്കുന്നതു കാണാം. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി ചെടികളും മാജിക് മഷ്റൂം ഇനത്തിൽപ്പെട്ട കൂണുകളും ഇവിടത്തെ പ്രധാന ആകർഷണമാണ്. ഇരവികുളം നാഷണൽ പാർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരയാടുകളുള്ളത് മീശപ്പുലിമലയിലാണെന്നതും പ്രത്യേകത. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി കേരള വനം വികസന കോർപ്പറേഷൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോടെ നിയമവിധേയമായി മീശപ്പുലിമലയിലേക്ക് ട്രക്കിംഗ് നടത്തുന്നു. ഒരു ദിവസം 61 പേർക്ക് താമസിക്കാനും ട്രക്കിംഗ് നടത്താനുമുള്ള സൗകര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഉള്ളത്. ഓൺലൈൻ ബുക്കിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് അധികൃതർ പ്രവേശനം അനുവദിക്കുന്നത്. ട്രക്കിങ്ങിനായിട്ടാണ് കൂടുതൽ പേരും ഇവിടേക്ക് എത്തുന്നത്. നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് താമസ സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തുന്നു. ബേസ് ക്യാമ്പ് എന്നറിയപ്പെടുന്ന താമസ കേന്ദ്രങ്ങളിൽ 20 ടെന്റുകളിലായി 40 പേർക്കു താമസിക്കുവാനുള്ള സൗകര്യം, താമസം, ഭക്ഷണം, ക്യാമ്പ് ഫയർ, ട്രക്കിംഗ്, ഗൈഡിന്റെ സേവനം എന്നിവ ഉൾപ്പെടെ 2 പേർക്കു താമസിക്കാവുന്ന ഒരു ടെന്റിന് 4000 രൂപയാണ് ഈടാക്കുന്നത്. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 24 കിലോമീറ്റർ അകലെയാണ് ബേസ് ക്യാമ്പ്. 2 കിലോമീറ്ററോളം ഓഫ് റോഡ് ആയതിനാൽ ജീപ്പുകളാണ് ഇവിടേക്ക് എത്താൻ ഏറ്റവും അനുയോജ്യം. ടാക്സി ജീപ്പുകളും ഇവിടെ ലഭ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമായി 2000 രൂപയാണ് ജീപ്പ് വാടകയായി മുടക്കേണ്ടി വരിക. ബുക്ക് ചെയ്തവർ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മൂന്നാർ സൈലന്റ് വാലി റോഡിലുള്ള KFTC ഓഫീസിലെത്തി പാസ് കൈപ്പറ്റി വേണം ബേസ് ക്യാമ്പിൽ എത്താൻ. ഇവിടേക്ക് എത്തുന്നവരുടെ വാഹനങ്ങൾ KFDC ഓഫീസ് കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാവുന്നതിനും അധികൃതർ സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ടാക്സി ജീപ്പ് ആവശ്യമുള്ളവർക്ക് ഓഫീസിൽ ആവശ്യപ്പെട്ടാൽ ഏർപ്പാടാക്കി നൽകുന്നു. താമസ സ്ഥലത്തു നിന്നും മീശപ്പുലിമലയിലേക്ക് ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഇത്രയും ദൂരം അങ്ങോട്ടും തിരിച്ചു നടന്നെത്തണം. മീശപ്പുലിമല ട്രക്കിങ്ങിനെത്തുന്ന ദമ്പതികൾക്കു താമസിക്കാനായി കോട്ടേജും ഒരുക്കിയിരിക്കുന്നു. ഒരു ദിവസത്തെ സ്റ്റേ പാക്കേജിന് 9000 രൂപയാണ് ഈടാക്കുന്നത്. ബേസ് ക്യാമ്പിന് അടുത്തായി തന്നെയാണ് സ്കൈ കോട്ടേജ് എന്ന പേരിൽ സഞ്ചാരികൾക്കായി ആഡംബര താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഒരു ദിവസം ഒരു കുടുംബത്തിനെന്ന രീതിയിലാണ് ഇവിടുത്തെ താമസം. സംസ്ഥാനത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ താമസ സൗകര്യമുള്ള സ്ഥലം കൂടിയാണ് മീശപ്പുലിമല. ഇവിടെ നിന്നും മീശപ്പുലിമലയിലേക്ക് 1.5 മണിക്കൂർ കൊണ്ട് നടന്നെത്താം. താമസം, 3 നേരത്തെ ഭക്ഷണം, ക്യാമ്പ് ഫയർ, ഗൈഡിന്റെ സേവനം എന്നിവ ഉൾപ്പെടെ വിവിധ പാക്കേജുകളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു.